100 വയസ്സുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഇത്രയും അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. പാലാ രൂപതയും സീറോ മലബാർ സഭയും ഭാരതസഭയും എല്ലാം പുതിയ ദിശാബോധങ്ങളിലേക്ക് നയിച്ചു. ബഹുമാനപ്പെട്ട കുഞ്ഞച്ചനെ എന്നെ ബാപ്റ്റൈസ് ചെയ്ത് അച്ഛൻ കയ്യേറിൻ്റെ പേര് ജോസഫ് എന്ന് ചോദിച്ചു. അന്നേരം കരിക്ക് വെട്ടിയതാണെന്ന് പറഞ്ഞു. ഇത് അപകടമാണല്ലോ, ഇത് പോയിരുന്നെങ്കിൽ അച്ഛനാകാനൊക്കെ അല്ലായിരുന്നല്ലോ പറഞ്ഞു. എന്താ അദ്ദേഹം പറയാൻ കാരണം എനിക്കറിയത്തില്ല. ഞാൻ അച്ഛനാകാനൊരു ആവശ്യവും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് വിയാസിന് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നും. യു ഹാവ് വൊക്കേഷൻ, ഡോണ്ട് ലൂസ് യുവർ വൊക്കേഷൻ. 100ാം പിറന്നാളിൻ്റെ മധുരവുമായി പാലായുടെ അഭിവന്ദ്യമാർ ജോസഫ് പള്ളിക്കാവറമ്പിൽ പിതാവിനോടൊപ്പമാണ് ഇന്ന് നമ്മൾ. 100 വയസ്സുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഇത്രയും അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. ദൈവവചനം പറയും, ദീർഘായുസ് ദൈവത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ദൈവത്താൽ പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ടവരാണ് തലമുറകളെ കാണാനും ദീർഘായുസ് പ്രാപിക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ളവർ. അങ്ങനെ ചിന്തിക്കുമ്പോൾ 1927 ഏപ്രിൽ 10 ജനിച്ച് 100 വയസ്സിൻ്റെ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുന്ന അഭിവന്ദ്യ പള്ളിക്കാവറമ്പിൽ പിതാവ് പൗരോഹിത്യം എന്ന ദാനം സ്വീകരിച്ചിട്ട് 1958 മുതൽ നീണ്ട 70ലധികം വർഷം പൗരോഹിത്യത്തിൻ്റെ ആ വലിയ ദാനം സ്വീകരിച്ചു. 1973 മുതൽ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയായ മേൽപ്പെട്ട ശുശ്രൂഷയിൽ പാലാ രൂപതയുടെ അമരക്കാരനായി പാലാ രൂപതയും സീറോ മലബാർ സഭയും ഭാരതസഭയും എല്ലാം പുതിയ ദിശാബോധങ്ങളിലേക്ക് നയിച്ചു. പിതാവിൻ്റെ സുഹൃത ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. പിതാവിനോടൊപ്പം ദൈവത്തിന് നന്ദി പറയുന്നു, സന്തോഷിക്കുന്നു. ലത്തീനിൽ ജന്മദിനങ്ങൾക്കുള്ള സവിശേഷമായ ആശംസയുണ്ടല്ലോ, ആദ് മോൾത്തോസ് ആഞ്ഞോസ്. ഇനിയും അനേക വർഷങ്ങൾ അനുഭവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒക്കെ പിൻബലം കൊണ്ട്, സുഹൃതത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പിൻബലം കൊണ്ട് ഈ സഭയെ, വിശ്വാസത്തെ പരീക്ഷിക്കാൻ അങ്ങേ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവിനോട് വളരെ ലളിതമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ പറയാമെന്നുള്ളതാണ്, ചോദ്യങ്ങൾ ചോദിക്കാം, പിതാവിൻ്റെ അനുഭവവും ജ്ഞാനവും ഒക്കെ അടുത്തറിയാമെന്നുള്ളതാണ് ഈ ഒരു സമയത്തെ ഏറ്റവും വലിയ ആഗ്രഹം. ആദ്യമായിട്ട് തന്നെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ബാല്യം, കുടുംബം, ദൈവവിളിയുടെ രൂപീകരണ കാലഘട്ടം, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പിതാവിന് അതൊന്ന് ഓർത്ത് പറയാൻ സാധിക്കുമോ? ബഹുമാനപ്പെട്ട ഞാൻ 1927 ജനിച്ചത്. എൻ്റെ അമ്മ വീട് രാമപുരമാണ്. ഞാൻ രാമപുരത്താണ് ജനിച്ചത്. ഞാൻ 3ാമത്തെ കുട്ടി, ഏറ്റവും മൂത്തൊരു പെങ്ങളായിരുന്നു, 2ാമത്തെ ഒരു ബ്രദറ്, 3ാമത്തെ ഞാൻ. അപ്പം അമ്മ വീട്ടിലാണ് ജനിച്ചിരിക്കുന്നത്. ഞാൻ മാമോദിസ മുഖുന്ന ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഭാഗ്യം ബഹുമാനപ്പെട്ട കുഞ്ഞച്ചനെ എന്നെ ബാപ്റ്റൈസ് ചെയ്ത്. കുഞ്ഞച്ചൻ എൻ്റെ അമ്മയുടെ ഒരു അങ്കിളും കൂടെയാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ബാപ്റ്റൈസ് ചെയ്തത്. ഞാനൊരിക്കൽ ബെനഡിക്ട് മാപ്പാപ്പയോട് പറയുണ്ടായി, നമ്മൾ ഒരാഴ്ച ജനിച്ചവരാണെന്ന്. ബെനഡിക്ട് മാപ്പാപ്പ, ഞാൻ ഓശാന ഞായറാഴ്ചയായിരുന്നു 1927. ബെനഡിക്ട് മാപ്പ 27 ദുഃഖശനിയാഴ്ച. ഒരാഴ്ച ജനിച്ചവർ ഞങ്ങളുടെ പേര്. എങ്കിലും പിതാവേ, അതിലൊരു വലിയ കാര്യം, വാഴ്ത്തപ്പെട്ട തേവറമ്പിൽ കുഞ്ഞച്ചൻ മാമോദിസ നൽകിയെന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ്. വലിയ ഭാഗ്യം, തീർച്ചയായിട്ടും തന്നെ വലിയ ഭാഗ്യമാണ്. എൻ്റെ ബാല്യപ്രായത്തിൽ ഞാൻ പ്രൈമറി സ്കൂൾ പഠിച്ചതെല്ലാം മുത്തലോടത്തൊരു ഗവൺമെൻറ് സ്കൂൾ. അത് ഗവൺമെൻറ് സ്കൂൾ, പള്ളിമുറ്റത്തായിരുന്നു പള്ളി സ്കൂള്. അത് സ്കൂൾ പണിത് ഗവൺമെൻറ്റിന് കൊടുത്ത് ഗവൺമെൻറ്റാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കുറേ കഴിഞ്ഞപ്പോൾ അത് മാറി, കുട്ടികളില്ലാതെ വന്നു ഗവൺമെൻറ് സ്കൂൾ. അപ്പോൾ ആ സ്ഥലമൊക്കെ തിരിച്ച് കിട്ടി. എൻ്റെ UP സ്കൂള് എരഞ്ഞിയിലായിരുന്നു. പിന്നെ ഞാൻ വാഴക്കോട്ടും മാന്നാനത്തുമായിട്ട് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അത് ഇൻ്റർമീഡിയറ്റ് ചങ്ങനാശ്ശേരിയിലായിരുന്നു. അന്ന് ഇൻ്റർമീഡിയറ്റ് എന്നപ്പോൾ PDCക്ക് അല്ലെ +2 എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിലും, BA കൃഷ്ണപള്ളിയിലും, MA ലോയോള കോളേജിലായിരുന്നു മദ്രാസിൽ. അങ്ങനെ 1949 MA പാസ്സായി. ആ സമയത്താണ് ഞാൻ സെമിനാരിൽ ചേരാൻ പോകുന്നത്. വെറും ഒരു യാദൃശ്യ സംഭവമായിരുന്നു അത്. MA പാസ്സായ ശേഷമാണ്? അതെ, യാദൃശ്യ സംഭവമായിരുന്നു. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, 1944 ഇൻ്റർമീഡിയറ്റ് സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ വെക്കേഷന് തേങ്ങായിടിക്കായിരുന്നു വീട്ടിൽ. 2 കരിക്കും കൊണ്ട് വീട്ടിൽ വന്നു. അപ്പോൾ അമ്മ എടുത്തൊന്ന് വെട്ടി.
ഞാൻ ചോദിച്ചു, ഞാൻ കൊണ്ട് കരിക്കുന്നതിനെ വെട്ടിയത്. ഞാൻ വാക്കത്തിയെടുത്ത് നല്ലൊരു വാക്കത്തിയായിരുന്നു. ഈ രണ്ടാമത്തെ കരിക്ക് വെട്ടി ആദ്യം വെട്ടി കരിക്കിട്ടാണ് എൻ്റെ കൈ അങ്ങ് മുറിഞ്ഞു പോയി. മുറിഞ്ഞില്ല, അന്നത്തെ എൻ്റെ മരുന്ന് വെച്ച് തീരുകയും ചെയ്തു. ഞാൻ കോളേജിൽ ചെന്നപ്പം കുര്യാസ് അച്ഛനായിരുന്നു വാർഡൻ സെൻറ്റ് ജോസഫ് ഹോസ്റ്റലിൽ ചങ്ങനാശ്ശേരിയിലെ. അച്ഛൻ കയ്യെന്ത് പറ്റി ജോസഫ് എന്ന് ചോദിച്ചു. അന്നേരം കരിക്ക് വെട്ടിയതാണെന്ന് പറഞ്ഞു. ഇത് അപകടമാണല്ലോ, ഇത് പോയിരുന്നെങ്കിൽ അച്ഛനാകാനൊക്കെ അല്ലായിരുന്നല്ലോ പറഞ്ഞു. എന്താ അദ്ദേഹം പറയാൻ കാരണം എനിക്കറിയത്തില്ല. ഞാൻ അച്ഛനാകാനൊരു ആവശ്യവും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് വ്യാസിന് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. അതിനുശേഷം ഞാൻ ഈ BA പഠിക്കുമ്പോഴോ MA പഠിക്കുമ്പോഴോ അതിനെപ്പറ്റി ഒരിക്കലും ചിന്തിച്ചില്ല. MA പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഒരു അച്ഛനായിട്ട് സംസാരിച്ച് പറഞ്ഞു, യു മസ്റ്റ് ഗോ ഫോർ എ വൊക്കേഷൻ. അച്ഛൻ നിർബന്ധം പറയാൻ ഞാൻ സെമിനാരിൽ ചേർന്നതാണ്. ആഗ്രഹമില്ലായിരുന്നു, ഒരു തരത്തിൽ പറയാൻ ആഗ്രഹമില്ലായിരുന്നു. അച്ഛൻ നിർബന്ധിച്ച് ചേരണം. യു ഹാവ് വൊക്കേഷൻ, ഡോണ്ട് ലൂസ് യുവർ വൊക്കേഷൻ. നിങ്ങളുടെ അല്ലെ വൊക്കേഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കൊരു കൊല്ലം എൻ്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കാനുണ്ട്. ഐ വാണ്ട് സിറ്റ്. അത് പറ്റില്ല, പോയാൽ അപകടം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സെമിനാരിൽ ചേരാൻ ഇട വന്നത്. 1949 കാളാശ്ശേരിക്ക് തന്നെ എടുത്തത്. അത് സെമിനാരി 2 കൊല്ലം ഇവിടെ, പിന്നെ 1 കൊല്ലം. ആ കൊല്ലം ഞങ്ങൾക്ക് പാലായിക്ക് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഒരു 14 പേരെ എടുക്കുള്ളൂ മംഗലപ്പുഴ. ഞങ്ങൾക്ക് 28 പേരുണ്ട്. രൂപതയിലെടുത്ത് 40 പേരിൽ 12 പേരെ ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയിലുള്ളൂ, 28 പേര് പാലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ പേരെ തൃശ്ശിനാപ്പള്ളി വിട്ടു. കുറേ പേരെ ഞങ്ങൾ പറയും മണ്ടന്മാരെല്ലാം തൃശ്ശിനാപ്പള്ളി മംഗലാപുരത്ത് വിട്ടു, മെടുക്കരെല്ലാം മംഗലപ്പുഴയിലോട്ട്. പക്ഷേ മംഗലപ്പുഴ തൃശ്ശിനാപ്പള്ളി പഠിച്ചവരാ മറ്റത്തച്ഛനും പിന്നെ നമ്മുടെ വടവാരസം ഡയറക്ടറായിരുന്ന എലിപ്പിൽക്ക് അടച്ചനും ഇടയ്ക്ക് കട്ടയ്ക്ക് വെച്ചിനൊക്കെ തമാശ പറയായിരുന്നു. അങ്ങനെ 1 കൊല്ലം മംഗലാപുരത്തിന് ക്രിസ്ത്യൻ ഞാൻ റോമിൽ പോയി. റോമിലെ 58 വരെ 59 പിന്നെ ഒരു 3-4 കൊല്ലം അവിടെ ഈ മലബാർ കോളേജ് എന്ന് പറഞ്ഞ് തുടങ്ങിയായിരുന്നു. യുക്രൈൻ കോളേജിൻ്റെ ഭാഗമായിട്ട് പ്രസ് ചെയർമാൻ പ്രീഫെക്ട് ഡയറക്ടറായിരുന്നു. എന്നോട് സഹായിക്കാൻ ഞാനും ഒരു പ്രീസ്റ്റ് അസിസ്റ്റൻ്റ് നൽകി അവിടെ സഹായിച്ചു. കാരണം അത് തീസിസ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഏറ്റവും വലിയ രസം, ഞാൻ മെത്രാനാകുന്ന നേരത്തെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു പള്ളിയിൽ പോയി ഇരുന്നിട്ടില്ല. ജൂലൈ 3-ാം തീയതി സെമിനാരി ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇന്ത്യയിൽ വരുന്ന 3-ാം 4-ാം തീയതിയാണ്. എൻ്റെ ഇവിടുത്തെ ശർമ്മ 9-ാം തീയതി സെമിനാരിൽ ചെന്ന് പഠിപ്പിച്ചോളാൻ പറഞ്ഞത്. പടവാതൂർ സെമിനാരിൽ തുടങ്ങി. അങ്ങനെ എൻ്റെ അത് കാരണം ഞാൻ മെത്രാനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ഭാഷ എക്സ്പീരിയൻസ് ഇല്ല, ഒരു ഇടവയില്ല, സെന്തിയായിട്ടോ വികാരിയായിട്ടോ ഇരുന്നിട്ടില്ല. അവർ പറഞ്ഞു ഭാഷ എക്സ്പീരിയൻസ് പള്ളി മാത്രമല്ല, ബാക്കിയെല്ലാം ഭാഷ എക്സ്പീരിയൻസ്. അതുകൊണ്ട് അത് തടസ്സം പറയാനൊക്കെ ആയിരുന്നു പറഞ്ഞു. ഞാൻ പറയാം അന്നത്തെ ജീവിതത്തെ പറ്റി. അങ്ങനെ സെമിനാരിയിൽ 3 കൊല്ലം, പിന്നെ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നോട് റോമിലേക്ക് തിരിച്ചെല്ലാം പറഞ്ഞു. പ്രൊപ്പഗാൻഡ കോളേജിലെ ഒരു പുതിയ കോളേജ് തുടങ്ങി. അപ്പോൾ വൈസ് റെക്ടറായിട്ടെല്ലാം പറഞ്ഞു. അങ്ങനെ അവിടെ 4 കൊല്ലം. അത് കഴിഞ്ഞിട്ട് ഉടനെ ഇവിടെ റെക്ടറാക്കി വെച്ചു. സെമിനാരിയുടെ റെക്ടർ. പിന്നെ കോളേജ് ഉർബാനോയിൽ വൈസ് റെക്ടറായിരുന്നു. 3 കൊല്ലം, 4 കൊല്ലം. കാരണം അത് ഇവിടെ ഒരു പുതിയ കോളേജ് അഗജിനാൻ കാർഡിൽ അഗജിനാൻ തുടങ്ങിയായിരുന്നു. ഒരു പുതിയ കോളേജായിട്ട് ഫിലോസഫി. ഞാൻ ഒരു ആദ്യത്തെ കോളേജിലെ വൈസ് റെക്ടറായിരുന്നു. ഇവിടുത്തെ വൈസ് റെക്ടർ മറ്റൊരു റെക്ടറായി പോയതുകൊണ്ട് അങ്ങനെ 4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചു. ഇവിടെ 4 കൊല്ലം കഴിയുമ്പം അവിടെ നിന്നും പറഞ്ഞു വിട്ടു. 1973 പിതാവിൻ്റെ മെത്രാഭിഷേകം നടക്കുന്നത്. വയലിൽ പിതാവിൻ്റെ സഹായമെത്രാനായിട്ട്. പിതാവെ, പൗരോഹിത്യം തന്നെ 70 വർഷത്തിലധികമായി. പുരോഹിതനായിട്ടല്ലേ 68 വർഷമായി. അതുപോലെ തന്നെ മേൽപ്പെട്ട ശുശ്രൂഷയിലാണെങ്കിലും അതും 53 വർഷമായി. 2023 ജൂബിലി ആഘോഷിച്ചത്. അപ്പോൾ പിതാവ് എന്നാൽ എപ്പോഴും ഇപ്പം 100 വയസ്സിലോട്ട് എത്തി ആരോഗ്യവാനാണ്. മാനസികമായിട്ടും പിതാവ് സന്തോഷവാനാണ്. പിതാവിനെ കാണുമ്പോഴൊക്കെയും ഒരു പുഞ്ചിരിയുണ്ട്, എപ്പോഴും ഒരു സന്തോഷം ഉള്ളിലുണ്ട്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണല്ലോ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുന്നത്.
അപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള മനുഷ്യർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ വൈദികർക്കും സമർപ്പിതരോടും ഒക്കെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉള്ളവരാകാൻ എങ്ങനെ സാധിക്കും? പിതാവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് അതിനൊരു ഒരു ഒരു ഉത്തരം കുറേ കൊടുക്കാൻ പറ്റുമോ? ജീവിതത്തിൻ്റെ അനുഭവം, വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. എപ്പോഴും സന്തോഷത്തിൻ്റെ അനുഭവം മാത്രമല്ലല്ലോ ഉണ്ടാവില്ല. അത് സ്വീകരിക്കാനുള്ള സന്നദ്ധത. പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് നമ്മൾ നഷ്ടധൈര്യരാകരുത്. പ്രശ്നം വരും, കടന്നു പോകും. ഒരു ദിവസം കൊണ്ട് കഴിയുന്നതിലെല്ലാം എല്ലാ പ്രശ്നങ്ങളും വർഷങ്ങൾ, ഒരുപക്ഷെ ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ നീണ്ടിരുന്നവരും എങ്കിലും കടന്നു പോകും. എല്ലാത്തിനും പരിഹാരമുണ്ട്. അതിൽ തന്നെ പരിഹാരം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലും വൈദിക എന്ന നിലയിൽ തീർച്ചയായിട്ടും വൈദികൻ്റെ ജീവിതത്തിൽ സന്തോഷം ജീവിതമാണ്. അതിൻ്റെ അല്ലാതെ വേറെ അതിന് സാധ്യതയില്ല. ഇനി ഇടവയുന്ന വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നിസ്സാരമായ കാര്യങ്ങളെല്ലാം. അങ്ങനെ ഒരു വൈദികൻ സമർപ്പിതനാണെന്നുള്ള ആ ബോധ്യത്തിൽ തൻ്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുത്താതെ എല്ലാം കൃത്യമായിട്ട് നന്നായിട്ടും വിശ്വസ്തയോടെ നിർവഹിക്കുകയാണെങ്കിൽ വൈദികൻ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പോൾ ദൈവത്തോടുള്ള ആ വിളിയോടുള്ള വിശ്വസ്തതയും അതുപോലെ തന്നെ സമർപ്പണവുമാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തിൻ്റെ കാരണമായിട്ട്, അല്ലേ? തീർച്ചയായിട്ടും ഒരു വൈദികൻ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ്. അത് നമ്മൾ വിസ്മരിക്കാൻ പറ്റിയല്ല. ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ പ്രാർത്ഥനകളാണ്. തീർച്ചയായിട്ടും അതിനോടൊക്കെ വിശ്വസിച്ച് നമുക്ക് വളരെ ആദ്യം മുതലേ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ മാത്രമേ ഉള്ളൂ. മനസ്സിലായി. ഒന്ന് മാത്രമല്ല, പ്രാർത്ഥന പലതുണ്ട്. എങ്കിൽ ഇതിനോടൊക്കെ വിശ്വസ്തയായിട്ട് നമ്മുടെ കുർബാന, ഇതൊക്കെ നമ്മുടെ വിശ്വസ്ത എന്ത് വലിയ കാര്യം, വലിയ ഭാഗ്യം. എങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാകുകയില്ല, ഒരു പ്രശ്നമോ ഉണ്ടാകില്ല നമ്മുടെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ചില വൈദികരൊക്കെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അതൊക്കെ ദൗർഭാഗ്യമാണ്. അവരെ കുറ്റം പറയേണ്ട ഒരു സാഹചര്യത്തിൽ അവരങ്ങ് വന്നു ഭവിക്കുന്നതാണ്. അവരെയും നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അവർ കുറ്റക്കാരായിട്ട് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെക്കാളും കുറ്റമില്ലാത്തവരായിരിക്കും അവർ. തമാശയായിട്ട് പറയുന്നില്ല, ശരിയായിട്ട് പറയുന്നത് തന്നെയാണ്. അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ വിട്ട് അകപ്പെട്ട് പോകുന്നു. ഓരോ ജീവിതവും അവരവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു തീർച്ചയായിട്ടും നമ്മുടെ വൈദിക ജീവിതത്തിൽ അതിനെ പൂർണ്ണതയിൽ സ്വീകരിക്കാനുള്ള സന്നദ്ധത. തീർച്ചയായിട്ടും അതിന് സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ജീവിത വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം സ്വീകരിക്കാനുള്ളത്. നമ്മുടെ ഒരു കാര്യം, ഒരു വിജയം കൊണ്ട് നമ്മളെല്ലാം തൃപ്തമായെന്ന് വിചാരിക്കരുത്. ഒരു പരാജയം വരാം, ഒരു ബുദ്ധിമുട്ട് വരാം. ഇതിലൊക്കെ അതിനെല്ലാം സ്വീകരിക്കാനുള്ള സന്നദ്ധത. നമ്മുടെ വിഷമ സമയത്ത് എപ്പോഴും കൂടുതൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് വൈദികം എപ്പോഴും സന്തോഷകരമായ ജീവിതമായിരിക്കും.